എല്ലാവർക്കും മാത്സ് വാല്യൂവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാം, 10th ലെവൽ പ്രിലിംസ്, ഈ എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഒരു വർക്കൗട്ട് സെക്ഷനാണ്. അതായത് ഓരോ ടോപ്പിക്കും സിലബസ് അനുസരിച്ചെടുത്ത് ആ ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിനെ അടിസ്ഥാനമാക്കി ഇനി വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ഓരോ ടോപ്പിക്കിലും ഇംപ്രൂവ് ആകുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സിലബസിൽ ആദ്യം പറയുന്ന ടോപ്പിക്കായ നമ്പേഴ്സ് എന്ന വിഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ എൻ്റെ പേര് ശരത്. നേരെ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 12നെ 8 കൊണ്ട് ഗുണിച്ച് ഫലത്തെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? ചോദ്യം ഇത്രയേ ഉള്ളൂ. 12നെ 8 കൊണ്ട് ഗുണിച്ച് ഫലത്തെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര? അതായത് ആദ്യം 12നെ 8 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ നമുക്കിവിടെ 12 ഗുണം 8 എന്ന് എഴുതാം. ഇത് മൊത്തം ഗുണിക്കണമെന്നില്ല. ഈ ഗുണിച്ച് കിട്ടുന്നതിനെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര? അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് കൊടുക്കും അല്ലെ? 12 ഗുണം 8 ഡിവൈഡഡ് ബൈ 6. ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഗുണനമായതുകൊണ്ട് അംശത്തിലുള്ള 12ഉം ഛേദത്തിലുള്ള 6ഉം കട്ട് ചെയ്ത് കളയാം. അതായത് 6നെ 6 കൊണ്ട് ഹരിച്ചാൽ 1, 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2. അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്കിവിടെ 2 കിട്ടി. 2ഉം 8ഉം ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം എത്രയാണ്? 16. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്പേഴ്സ് എന്ന വിഭാഗത്തിൽ. ഒന്നുകൂടി പറയാം. 12നെ 8 കൊണ്ട് ഗുണിച്ച്, അപ്പോൾ 12 ഗുണം 8, അതിനെ 6 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 12 ഹരിക്കണ 6, നമുക്കിവിടെ 2 എന്ന് എഴുതാം. 2 ഗുണം 8 16 എന്ന്. നമ്മുടെ അടുത്ത ചോദ്യം: ഒരു സംഖ്യയുടെ 4 ഇരട്ടി 50നേക്കാൾ 2 കുറവാണ് എങ്കിൽ സംഖ്യ എത്ര? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരു സംഖ്യയുടെ 4 ഇരട്ടി 50നേക്കാൾ 2 കുറവാണ് സംഖ്യ എത്ര? അപ്പോൾ ഒരു സംഖ്യ അല്ലെ, സംഖ്യനെ നമ്മൾ പൊതുവെ എക്സ് എന്നെടുത്താൽ നമുക്ക് സംഖ്യയുടെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം? 4x എന്ന് എഴുതാം. കറക്റ്റ് ആണോ? ഒരു സംഖ്യയുടെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സംഖ്യ എക്സ് ആണെങ്കിൽ 4x എന്ന് എഴുതാം. ഈ 4 ഇരട്ടി എന്താണ്? 50നേക്കാൾ 2 കുറവാണ് അല്ലെ? 50നേക്കാൾ 2 കുറവ് എന്ന് പറയുമ്പോൾ 48 ആയിരിക്കില്ലേ? അപ്പോൾ 4x 4 ഇരട്ടി 48 ആണ് എങ്കിൽ സംഖ്യ എത്ര? എക്സ് എത്ര? ഈ 4നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. 48 ഹരിക്കണം 4. ഒരു സംഖ്യ 4 കൊണ്ട് ഹരിക്കാൻ എളുപ്പത്തിന് പകുതിയുടെ പകുതി എത്രയെന്ന് ആലോചിച്ചാൽ മതി അല്ലെ? 48ന്റെ പകുതി എത്രയാ? 24. 24ന്റെ പകുതി 12. സോ നമ്മുടെ സംഖ്യ 12. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സംഖ്യയുടെ 4 ഇരട്ടി അതായത് 4x 50നേക്കാൾ 2 കുറവാണ്, അതായത് 48. 4x 48 ആണെങ്കിൽ x 48 ഹരിക്കണം 4, നമ്മുടെ ഉത്തരം 12 ആണ്. നമുക്ക് അതേ പാറ്റേണിലുള്ള ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ഒരു സംഖ്യയുടെ 3 ഇരട്ടി 40നേക്കാൾ 4 കുറവാണ്. സംഖ്യ എത്ര? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സംഖ്യ x ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 3x ആണ്. അത് 40നേക്കാൾ 4 കുറവാണ്. 40നേക്കാൾ 4 കുറവെന്ന് പറയുമ്പോൾ 36 ആണ്. 3 മടങ്ങ് 36 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ x കാണാൻ 36, ഈ 3നെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 അല്ലെ? ഇവിടെ നമുക്ക് ഹരിക്കാം. 3ൽ 3 ഒരു തവണ, 6ൽ 3 2 തവണ, അതായത് 36 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. നമ്മുടെ അടുത്ത ചോദ്യം: എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ, അതായത് 1, 3, 5 എന്നൊക്കെ പറയുന്ന പോലത്തെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും 2 ഒറ്റ സംഖ്യ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ഒറ്റ സംഖ്യ എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒറ്റ സംഖ്യ എടുക്കുന്നത് എനിക്കിഷ്ടമുള്ള ഒറ്റ സംഖ്യയാണ്. ഞാനിവിടെ 3ഉം
5 എടുക്കുന്നു. 2 ഒറ്റ സംഖ്യ. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, x+y. നമുക്ക് 3ഉം 5ഉം കൂട്ടാം. എത്ര കിട്ടുന്നു? അപ്പൊ അത് ഇരട്ട സംഖ്യയായിട്ട് വരുന്നൊരു സംഖ്യയാണ് അല്ലെ. 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇരട്ട സംഖ്യയായിരിക്കും. അപ്പൊ ഇവിടെ ഇരട്ട സംഖ്യ ആവാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ എ ആണ്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ x×y ആണ്. അതായത് 3 ഗുണം 5 എത്രയാണ്? 15. കണ്ടോ, അത് ഒറ്റ സംഖ്യയാണ് വരുന്നത്. അടുത്തത് 3 ഹരിക്കണം 5, x/5. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഇരട്ട സംഖ്യയല്ല അല്ലെ. പൂർണ്ണമായി 3ൽ പോകുന്നില്ല 5. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കാം, x⁻y എന്ന് പറഞ്ഞ 3⁻5. 3നെ എത്ര തവണ ഗുണിക്കണം? 5 തവണ ഗുണിക്കണം എന്നാണ് ലോജിക്. സോ 3 ഗുണം 3 നമുക്ക് 2 തവണ ഗുണിച്ച് നോക്കാം. 3ന്റെ സ്ക്വയർ 9 ആണ്. 3 ക്യൂബ് 3നെ 3 തവണ ഗുണിച്ച 3 ഗുണം 3 9, 9 ഗുണം 3 27. 3⁻4 3നെ 4 തവണ ഗുണിച്ച നമുക്ക് കിട്ടുക 81 ആണ്. 3⁻5 നമുക്ക് കിട്ടുക 243 ആണ്. കണ്ടോ, എല്ലാം 3ന്റെ കൃതികളൊക്കെ അവസാനിക്കുന്നത് ഏതിലാണ്? ഒരൊറ്റ സംഖ്യയുടെ കൃതികളൊക്കെ അവസാനിക്കുന്നത് ഏതിലായിരിക്കും? ഒറ്റ സംഖ്യയിലായിരിക്കും. ഏതൊരൊറ്റ സംഖ്യേനെയും എത്ര തവണ നമ്മൾ അതേ സംഖ്യ ഉപയോഗിച്ച് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒറ്റ സംഖ്യകളായിരിക്കും. അപ്പൊ ഇവിടെ ഇരട്ട സംഖ്യ ആവാൻ സാധ്യതയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ചോദ്യം, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ. 1 മുതലുള്ള സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. 1 മുതലുള്ള സംഖ്യകളെ, 1 മുതൽ എണ്ണുന്ന സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്നും കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നും ഒക്കെ പറയാറുണ്ട്. സോ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ n എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങുന്ന n എണ്ണൽ സംഖ്യകളുടെ തുക, അതാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n × n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ n × n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതിൽ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? പദങ്ങളുടെ എണ്ണമാണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങൾ ഉണ്ടെന്നാണ്. 1 മുതൽ 10 വരെ എത്ര പദങ്ങളുണ്ട്? 10 പദങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. n × n+1. അപ്പോൾ 10 ഗുണം n+1 എന്ന് പറഞ്ഞാൽ 10 ഒന്നും കൂട്ടി 11 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. 10 ഹരിക്കണം 2 നമുക്ക് 5 എന്ന് കിട്ടുന്നു. 5 ഗുണം 11 55. അപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 55 ആണ്. 7535 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ചോദ്യം ഇത്രയേ ഉള്ളൂ. 7535 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് സ്ഥാനവില എന്താണെന്ന് അറിയണം അല്ലെ. നമ്മൾക്കൊക്കെ ഒരു വലിയൊരു സംഖ്യ തന്ന നമ്മൾ അത് എത്രയാന്ന് നോക്കുമ്പോൾ അതിന്റെ സ്ഥാനവില നോക്കിയിട്ടാണ് നമ്മളത് വായിച്ചെടുക്കേണ്ടത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ. ഞാനിവിടെ ഇപ്പം 7535 എന്നെഴുതി. ഇതിന്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥാനവില പറയുന്നത് എങ്ങനെയാ? ഒറ്റ, 10, 100, 1000, 10000 എന്ന രീതിക്കാണ്. അതായത് ഇവിടെ ഒറ്റ, 10, 100, 1000, ഇനിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ 10000 എന്നിങ്ങനെ ഗുണിച്ച് പോകണം. അപ്പൊ ഇതിൽ ഇവിടെ നമുക്ക് നോക്കാം, 5ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 5 ഗുണം 1 എത്രയാണ്? 5 ആണ്. 5ന്റെ സ്ഥാനവിലയാണ് ചോദിച്ചതെങ്കിൽ 5 ആണ്.
3ന്റെ സ്ഥാനവില 3 10ന്റെ സ്ഥാനത്താണ് അല്ലെ. അപ്പൊ നമുക്ക് 3 ഗുണം 10 എത്ര എഴുതാം? 30 എന്ന് എഴുതാം. അതായത് 3 ഒറ്റയുടെ സ്ഥാനത്താണെങ്കിൽ 3ന്റെ സ്ഥാനവില 3 ആയിരിക്കും. 3 10ന്റെ സ്ഥാനത്താണെങ്കിൽ 3ന്റെ സ്ഥാനവില 3 ഗുണം 10 30 ആയിരിക്കും. 3 100ന്റെ സ്ഥാനത്താണെങ്കിലോ 3 ഗുണം 100 300 ആയിരിക്കും. ഇതാണ് സ്ഥാനവില. അപ്പൊ നമുക്ക് 5ന്റെ സ്ഥാനവില 5 എന്ന് കിട്ടി. 3ന്റെ സ്ഥാനവില 30 എന്ന് എടുക്കാം. വീണ്ടും ഇവിടെ അത് അടുത്തൊരു 5 വന്നു. ആ 5ന്റെ സ്ഥാനവില 5 ഗുണം 100 എത്രയാണ്? 500 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് 7ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 7 ഗുണം 1000 എത്രയാണ്? 7000 ആണ്. സോ നമുക്ക് ഓരോ സംഖ്യയുടെയും സ്ഥാനവില എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും സമയമൊന്നും വേണ്ട. നമ്മളോട് പറഞ്ഞത് 7535 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. സോ നോക്കിക്കേ, ഈ 5ന്റെ സ്ഥാനവില നമ്മൾ എത്ര എടുത്തു? 500 എന്നെടുത്തു. മൈനസ് ഈ 5ന്റെ സ്ഥാനവില 5 എന്നെടുത്തു. ഇതാണ് സ്ഥാനവിലകൾ. സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം 500 മൈനസ് 5. 500ൽ നിന്ന് 5 പോയാൽ 495. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 495. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 5623 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പുതിയൊരു സാധനം വന്നു. സ്ഥാനവില നമ്മൾ പഠിച്ചു, ഇപ്പൊ മുഖവില എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം, 5623 എന്ന സംഖ്യയിൽ അല്ലെ, ഇതില് എന്താണ് മുഖവില എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. മുഖവില ഫേസ് വാല്യൂ എന്ന് പറയും. അതായത് 3ന്റെ മുഖവില 3 ആണ്, 2ന്റെ മുഖവില 2 ആണ്, 6ന്റെ മുഖവില 6 ആണ്, 5ന്റെ മുഖവില 5 ആണ്. വളരെ എളുപ്പമാണ്. മുഖവില എന്ന് പറയുന്നത് നമ്മൾ ആ കാണുന്ന ഫിഗറിനെയാണ്. 5 എവിടെയാണെങ്കിലും 5ന്റെ മുഖവില 5 ആയിരിക്കും അല്ലെ. 5 എന്ന സംഖ്യയിലാണെങ്കിലും 50 എന്ന സംഖ്യയിലാണെങ്കിലും 500 എന്ന സംഖ്യയിലാണെങ്കിലും 5ന്റെ മുഖവില അവിടെ 5 തന്നെയാണ് വരിക. എന്നാൽ സ്ഥാനവില മാറി. സ്ഥാനവില നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഒറ്റ, 10, 100, 1000 ഇങ്ങനെ ഗുണിക്കുന്നതാണ് സ്ഥാനവില. നമ്മുടെ ചോദ്യം എന്താ? 5623 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. നോക്കിക്കേ, 5ന്റെ സ്ഥാനവില 5 ഗുണം 1000 എത്രയാണ്? 5000. 5ന്റെ മുഖവില എത്രയാണ്? 5. അപ്പൊ നമ്മളോട് പറഞ്ഞത് 5000ത്തിന്ന് 5 കുറയ്ക്കാം. 5000ത്തിന്ന് 5 കുറച്ചാൽ 4995. അത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ കിട്ടണം. കടം വാങ്ങിയൊന്നും കുറയ്ക്കരുത്. 5000ത്തിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 4995. അപ്പൊ എന്താണ് സ്ഥാനവില, എന്താണ് മുഖവില എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 1,00,000ത്തിൽ എത്ര 100 ഉണ്ട്? 1,00,000ത്തിൽ എത്ര 100 ഉണ്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, 1,00,000 അല്ലെ. 1,00,000 എന്ന് പറഞ്ഞാൽ 5 പൂജ്യം ഉണ്ടാവും. 1,00,000ത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് ഓർത്ത് വെച്ചോളുക? 5 പൂജ്യം. 2 പൂജ്യം വന്നാൽ 100, 3 പൂജ്യം വന്നാൽ 1000, 4 പൂജ്യം വരുമ്പം 10,000, 5 പൂജ്യം വരുമ്പോൾ 1,00,000, 6 പൂജ്യം വരുമ്പം 10 ലക്ഷം, 7 പൂജ്യം വരുമ്പം 1 കോടി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. സോ 1,00,000ത്തിൽ എത്ര 100 ഉണ്ട്? അപ്പൊ ഞാൻ 1,00,000 എന്ന് എഴുതി അല്ലെ. 1,00,000ത്തിൽ എത്ര 100 ഉണ്ട്? 1 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. എളുപ്പമല്ലേ? 2 പൂജ്യവും 2 പൂജ്യവും വെട്ടിക്കളഞ്ഞു, ബാക്കി നമുക്ക് 1000 എന്ന് കിട്ടി. സോ 1,00,000ത്തിൽ എത്ര 100 ഉണ്ട്? 1000 100കളുണ്ട്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര 9 ക്യൂബ്. ഇതിന്റെ തുക അല്ലെ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 5 ക്യൂബ്, അങ്ങനെ എവിടം വരെ? 9ന്റെ ക്യൂബ് വരെ. അപ്പൊ ഇവിടെ ആദ്യത്തെ 9 ക്യൂബുകളുടെ തുകയാണ് കാണേണ്ടത്. ആദ്യത്തെ 9 ക്യൂബുകളുടെ തുക. ഘനങ്ങൾ എന്നാണ് ക്യൂബിന് മലയാളത്തിൽ പറയാ.
സോ ആദ്യത്തെ n ക്യൂബുകളുടെ തുക കാണുന്ന ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കാം. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കുക, n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷനെ ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് ക്യൂബുകളുടെ തുകയായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം നമുക്കിവിടെ n 9 ക്യൂബുകളാണ്. n എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ n ഇൻറ്റു 9 ഇൻറ്റു റെഡിയല്ലേ n പ്ലസ് 1 9 1 10 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 10 ഹരിക്കണം 2 നമുക്കിവിടെ 5 എന്ന് എഴുതാം. 9 5 ഗുണിക്കുമ്പോൾ 45, 45ന്റെ സ്ക്വയർ കാണും. സോ 45ന്റെ സ്ക്വയർ ഞാൻ എഴുതുന്നു 2025. അതെങ്ങനെയാണ് എളുപ്പത്തിൽ എഴുതിയതെന്ന് വെച്ചാൽ നമുക്കിവിടെ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണുന്ന ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കാം, 5ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 25. 5 ഗുണം 5 25 അല്ലെ. 15ന്റെ സ്ക്വയർ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ് 225. 25ന്റെ സ്ക്വയർ അതും പഠിച്ചു വെക്കേണ്ടതാണ് 625. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും വർഗങ്ങൾ അവസാനിക്കുന്നത് 25ലാണ്. അത് എത്ര വലിയ സംഖ്യയാണെങ്കിലും 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും വർഗം അവസാനിക്കുന്നത് 25ലാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിവിടെ 5ന്റെ സ്ക്വയർ എഴുതി 25. 15ന്റെ സ്ക്വയർ എഴുതുമ്പോൾ 5 അല്ലാത്ത സംഖ്യ എടുക്കുന്നു 1. 1ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. 1ന്റെ തൊട്ടടുത്ത സംഖ്യ 2 ആണ് അല്ലെ. 1 തൊട്ടടുത്ത സംഖ്യ 2 ആണ്. അപ്പൊ 1ഉം തൊട്ടടുത്ത സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതാണ് നമ്മളിവിടെ ആദ്യം എഴുതിയ 2. അവസാനം നിങ്ങൾ ഒരു 25 ഇട്ട് കൊടുത്താൽ മതി. 25ന്റെ സ്ക്വയർ നോക്കിക്കേ, 2 വരുമ്പോൾ 2 ഗുണം 3 എത്രയാന്ന് നോക്കിയാൽ മതി, 6. അത് ആദ്യം എഴുതി പിന്നെ 25. അങ്ങനെയാണെങ്കിൽ 35ന്റെ സ്ക്വയർ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. 3 വരുന്നുണ്ട്, 3 ഗുണം 4 അല്ലെ. 3 കഴിഞ്ഞ 4, 3 ഗുണം 4 എത്രയാണ്? 12. അവസാനം 25. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 45ന്റെ സ്ക്വയർ 4 ഗുണം 5 അല്ലെ 20. അപ്പോൾ 25. ഓക്കെ ആണോ? 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യയുടെ വർഗവും നമുക്ക് ഇങ്ങനെ കാണാം. ഒരെണ്ണം കൂടി 85ന്റെ വർഗം ഒന്ന് പറഞ്ഞേ എങ്ങനെയാ? 8 ഗുണം 9. 8 ഗുണം 9 എത്രയാണ്? 72. അവസാനം എത്രയാണ്? 25. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങൾ എളുപ്പത്തിന് കാണാൻ പഠിച്ചു. അതേപോലെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ഗണങ്ങളുടെ തുക, അതായത് ക്യൂബുകളുടെ തുക കാണുന്ന ഇക്വേഷൻ പഠിച്ചു. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് ഒരു ചോദ്യം ചെയ്തു നോക്കാം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഗണങ്ങളുടെ തുക എത്ര? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഗണങ്ങളുടെ തുക എത്ര? അപ്പൊ നമുക്ക് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്, 6 ക്യൂബ്, 7 ക്യൂബ്, 8 ക്യൂബ്, 9 ക്യൂബ്, 10 ക്യൂബ്. 10 എണ്ണം ക്യൂബുകളുടെ തുക കാണുന്നു. അപ്പൊ നമുക്കിവിടെ n പദങ്ങളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. ഓക്കെ ആണല്ലോ. ക്യൂബുകൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ഗണങ്ങളുടെ ക്യൂബ് കാണാൻ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. n 10 ആയാൽ 10 ഗുണം 10 1 11 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 10ന്റെ പകുതി 5 ആണ്. 5 ഗുണം 11 55 ആണ്. 55ന്റെ സ്ക്വയർ.
നമുക്കിവിടെ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുന്ന ഷോർട്ട് കട്ട് എടുക്കാം. ഇവിടെ 5 ആദ്യം വന്നത്. അപ്പൊ 5 ഗുണം 6 അല്ലെ 30. അവസാനം എന്താണ് 25. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ് 3025. അടുത്ത ചോദ്യം 2 + 4 + 6 + എക്സെട്ര +200 വരെ തുക കാണണം. അതായത് 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം 10 കൂട്ടണം അങ്ങനെ പോയി എവിടം വരെ കൂട്ടണം 200 വരെ കൂട്ടണം. ഒരുപാട് രീതികളുണ്ട് നമുക്കിത് ചെയ്യാൻ. സമാന്തര ശ്രേണി ഉപയോഗിച്ച് ചെയ്യാം. നമുക്കിവിടെ വേറൊരു രീതിയിൽ ചിന്തിക്കാം. അതായത് എല്ലാ ഇരട്ടസംഖ്യകളാണ് അല്ലെ. അപ്പൊ 2 മുതലുള്ള ഇരട്ടസംഖ്യകളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും 200 വരെ എടുത്താൽ എത്ര ഇരട്ടസംഖ്യകൾ ഉണ്ടാവുന്നു. 200 വരെ എടുക്കുമ്പോൾ അതിൽ 100 എണ്ണമാണ് ഇരട്ടസംഖ്യ വരിക. ബാക്കി 100 എണ്ണം ഒറ്റസംഖ്യയാണ്. നമ്മൾ 1, 2, 3, 4 അങ്ങനെ 200 വരെ എണ്ണുമ്പോൾ അതിൽ 100 എണ്ണമാണ് ഇരട്ടസംഖ്യ, 100 എണ്ണം ഒറ്റസംഖ്യയാണ്. അങ്ങനെയാണ് ഇവിടെ 200 വരെയുള്ള ഇരട്ടസംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇരട്ടസംഖ്യകളുണ്ട് 100 എണ്ണം. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ കാണാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് സമാന്തര ശ്രേണി വഴി ഇതൊരു തുടർച്ചയായ ശ്രേണി ആയതുകൊണ്ട് n കാണാൻ, പദങ്ങളുടെ എണ്ണം കാണാൻ, അവസാന പദം 200 മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. ഇരട്ടസംഖ്യന്റെ പൊതുവ്യത്യാസം 2 പ്ലസ് 1 ചെയ്താലും കണ്ടുപിടിക്കും. പക്ഷെ ഇതിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം 100 ഇരട്ടസംഖ്യകളാണ് അവിടെ ഉള്ളതെന്ന് അല്ലെ. 200 വരെ എടുക്കുമ്പോൾ അതിൽ 100 എണ്ണം ഒറ്റസംഖ്യയായിട്ട് പോയി, ബാക്കി 100 എണ്ണമാണ് ഇരട്ടസംഖ്യ. അപ്പൊ 2 മുതൽ വരുന്നത് കൊണ്ട് ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. n × n + 1. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താണ്? n × n + 1 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം 100 × 101 ആണ്. 101നെ 100 കൊണ്ട് ഗുണിക്കാൻ 101ന് 2 0 ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉത്തരം എത്രയാണ്? 10100. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു സംഖ്യയുടെ കൂടെ 8 കൂട്ടിയ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ച് 7 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 50 ആയാൽ സംഖ്യ എത്ര? വായിക്കുമ്പോൾ തന്നെ കുറച്ചു പേർക്ക് കിളി പോകുന്ന ചോദ്യമാണ് അല്ലെ. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. ഒരു സംഖ്യയുടെ കൂടെ 8 കൂട്ടിയ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ച് 7 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 50 ആണ് എങ്കിൽ സംഖ്യ എത്ര? സോ നമുക്ക് സംഖ്യ തൽക്കാലം ഒന്ന് x എന്ന് എടുക്കാം. എങ്കിൽ സംഖ്യയുടെ കൂടെ 8 കൂട്ടിയ സംഖ്യ അപ്പോഴെന്തായിരിക്കും? x + 8. ഓക്കെ ആണോ? 8 കൂട്ടിയ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച്, അപ്പൊ നമ്മൾ ഈ സംഖ്യേനെ ഈ ഉത്തരത്തിന് 3 കൊണ്ട് ഗുണിക്കണം × 3. എന്നിട്ടോ 2 കൊണ്ട് ഹരിക്കണം, 2 കൊണ്ട് ഹരിക്കണം അതിന് ശേഷം 7 കുറയ്ക്കണം അതിൽ നിന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 50. ശ്രദ്ധിച്ചു നോക്കിയേ. 8 കൂട്ടി അതിനെ 3 കൊണ്ട് ഗുണിച്ച് ആ ഉത്തരത്തെ 2 കൊണ്ട് ഹരിച്ച് പിന്നെ 7 കുറയ്ക്കുമ്പോൾ 50 ആണ്. ഇത് സോൾവ് ചെയ്ത് സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം ഈ -7നെ നമുക്ക് വലതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇവിടെ x + 8 × 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -7 അപ്പുറത്തേക്ക് പോകുമ്പോൾ +7 ആയിട്ട് മാറും. 50 + 7 എത്രയാണ്? 57. റെഡി അല്ലേ? ഇനി നമുക്ക് ഛേദത്തിലുള്ള 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഛേദത്തിലുള്ള 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഗുണനമായിട്ട് മാറും അല്ലെ. ഇവിടെ ഹരണമാണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറണം? ഗുണനമായിട്ട് മാറണം. അപ്പൊ നമുക്കിവിടെ 57 × 2 എന്നത് x + 8 × 3 എന്ന് പറയുമ്പോൾ 57ന്റെ ഇരട്ടി. 57ന്റെ ഇരട്ടി നമുക്ക് ആലോചിച്ചെടുക്കാം അല്ലെ. 50ന്റെ ഇരട്ടി 100 ആണ്, 7ന്റെ ഇരട്ടി 14 ആണ്. അപ്പൊ എത്രയാണ്? 114 ആണ്. ഇനി നമ്മൾ ഇവിടെ ഗുണിച്ച 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഹരണമാകും. x + 8 = 114 ഡിവൈഡഡ് ബൈ 3. 114നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള എളുപ്പ വഴി 114 ഓരോ അക്കങ്ങളും കൂട്ടി നോക്കുക. ഇവിടെ 1 ഉം 1 ഉം 2 ഉം 4 ഉം 6.
സംഖ്യയുടെ അക്കത്തുക 3ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയും 3ന്റെ ഗുണിതമാണ്. അപ്പൊ നമുക്കിവിടെ ധൈര്യമായിട്ട് 114 ഹരിക്കണം 3 ചെയ്യാം. 11ല് 3 3 തവണ 3 3 9. 11 9 പോയാൽ എത്രയാ? 2. 4 ഇറക്കി എഴുതി. 24ല് 3 8 തവണ 8 3 24 ശിഷ്ടം 0. അപ്പൊ നമുക്ക് 38 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ x+8 എന്തെഴുതാം? 38. അങ്ങനെയാണെങ്കിൽ സംഖ്യ x = 38 -8. +8 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകുന്നു? -8 ആകുന്നു. നമ്മുടെ ഉത്തരം 30. സംഖ്യ എത്രയാണ്? 30 ആണ്. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം എക്സെട്ര 200. അതായത് 1 + 2 + 3 + 4 + 5 അങ്ങനെ എവിടം വരെ കൂട്ടണം? 200 വരെ. സോ 1 2 3 ആണ് 200 വരെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ആദ്യത്തെ എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കാം. n എത്രയാണ്? 200 ആണ്. 200 പദങ്ങളുണ്ട്. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് n × n+1 / അല്ലെ? അപ്പൊ നമുക്കിവിടെ 200 × n+1 എത്രയാകുന്നു? 201 / 2. 200/2. 200ന്റെ പകുതി ഇവിടെ 100 എന്ന് കൊടുക്കാം. 201നെ 100 കൊണ്ട് ഗുണിക്കാൻ 201ന് 2 0 ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 20,100 ആണ്. അപ്പൊ നമുക്ക് പഠിച്ച ഇക്വേഷൻസുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. നമുക്ക് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ എണ്ണൽ സംഖ്യകളുടെ തുകയ്ക്ക് n × n+1 / 2 ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്തും കൂടി കിട്ടുന്നു? ഘനങ്ങളുടെ തുക കിട്ടുന്നു, ക്യൂബുകളുടെ തുക കിട്ടുന്നു. ഇത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കും. ഇതിന്റെ കൂടെ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ ആണ് n². നോക്കുക, ഇത് ഒറ്റ സംഖ്യകളുടെ തുകയാണ്, ഇത് ഇരട്ട സംഖ്യകളുടെ തുകയാണ്, ഇത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ഇവിടെ എഴുതിയതോ ഘനങ്ങളുടെ തുകയാണ്, ക്യൂബുകളുടെ തുകയാണ്. വലിയൊരു സംഖ്യ അല്ലെ? അപ്പൊ നമുക്കിത് എണ്ണണം, എത്രയാണെന്ന് നോക്കണം. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? 12,83,643 എന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ്? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ പലരും കൂടുതൽ സമയം കളയുന്നത് ഇത് എത്രയാണെന്ന് വായിച്ചെടുക്കാനായിരിക്കും. നമുക്കിത് വായിച്ചെടുക്കൊന്നും വേണ്ട. ഈ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണെന്ന് ചോദിച്ചാൽ 3 കൊണ്ട് ഹരിക്കണം അല്ലെ? അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. 3ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് അവിടെ ശിഷ്ടം 0 എന്ന് ധൈര്യമായിട്ട് പറയാം. ഇല്ലെങ്കിൽ ഹരിച്ചു നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാനിവിടെ ഇതിന്റെ ഈ സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കുകയാണ്. ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കാനുള്ള എളുപ്പ വഴി ആ സംഖ്യയുടെ അക്കത്തുക കാണുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഇപ്പം 123 എന്നെഴുതി. ഇത് 3ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ഇവിടെ അക്കത്തുക 1, 2, 3, 3, 3 6. ഇതിന്റെ അക്കത്തുക 6 ആണ്. അക്കത്തുക 3ന്റെ ഗുണിതമായതുകൊണ്ട് ആ സംഖ്യയും 3ന്റെ ഗുണിതമാണ്. 6 3ന്റെ ഗുണിതമായതുകൊണ്ട് 123 3ന്റെ ഗുണിതമാണ്. അപ്പം വേറൊരു ഉദാഹരണം 369. 3 6 9, 9 9 18. 18 എന്ന് പറയുമ്പോൾ 1 8 കൂട്ടുമ്പോൾ അവസാനം 9. അവിടെ ഈ അക്കത്തുക 3ന്റെ ഗുണിതമായതുകൊണ്ട് ആ സംഖ്യയും 3ന്റെ ഗുണിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് എത്രയാണെന്ന് അറിയാൻ നമുക്ക് ഇതിന്റെ അക്കത്തുക ഒന്ന് കണ്ടു നോക്കാം. നോക്കി, 1 2 3 അല്ലെ? 3 8 11, 11 3 14, 14 6 20, 20 4 24, 24 3 27. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അക്കത്തുക കാണാൻ 1 + 2 + 8 + 3 + 6 + 4 + 3 കൂട്ടുന്നു.
ഒന്നും രണ്ടും 3, 3 8 11, 11 3 14, 14 6 20, 20 4 24, 24 3 27. 27 എന്ന് പറയുമ്പോൾ വീണ്ടും കൂട്ടുമ്പോൾ നമുക്ക് വീണ്ടും 9. അക്കത്തുക 3ന്റെ ഗുണിതമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ടം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു സംഖ്യയുടെ 8 ഇരട്ടി 60നേക്കാൾ 4 കൂടുതലാണ് സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 8 ഇരട്ടി 60നേക്കാൾ 4 കൂടുതലാണ് സംഖ്യ ഏത്? അപ്പൊ നമ്മുടെ സ്ഥിരം പരിപാടി സംഖ്യ x ആയാൽ സംഖ്യയുടെ 8 ഇരട്ടി നമുക്ക് എന്ത് എഴുതാം? 8x എന്ന് എഴുതാം, അല്ലെ? 8x എന്ന് എഴുതാം. അത് 60നേക്കാൾ 4 കൂടുതലാണ്. 60നേക്കാൾ 4 കൂടിയാൽ അത് എത്രയാ? 64. x നമ്മുടെ സംഖ്യ കാണണം, 8നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 64 ഹരിക്കണം 8. 8 ഗുണം 8 64 എന്ന് അറിയുന്ന ഒരാൾക്ക് അറിയാം. നമുക്ക് 64ൽ 8 8 തവണയാണ്. സോ നമ്മുടെ സംഖ്യ എത്രയാണ്? 8. അടുത്ത ചോദ്യം, 6,57,903 എന്ന സംഖ്യയിൽ 7ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒന്നുകൂടി, 6,57,903 എന്ന സംഖ്യയിൽ 7ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ സ്ഥാനവില എന്താണെന്നും മുഖവില എന്താണെന്നും പഠിച്ചു. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 6,57,903 എന്ന സംഖ്യയിൽ സ്ഥാനവില ആദ്യം കാണാം. ഒറ്റ, 10, 100, 1000, അല്ലെ? അപ്പൊ നമുക്ക് 7ന്റെ സ്ഥാനവില 7 ഗുണം 1000 എത്രയാണ്? 7000. ഇനി 7ന്റെ മുഖവില എന്ത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു? 7 തന്നെയായിരിക്കും. 7000ത്തിന്ന് 7 കുറയ്ക്കണം. നമുക്ക് മനക്കണക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെ? 7000ത്തിന്ന് 7 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 10ന്ന് 7 കുറച്ചാൽ 3 അറിയുന്ന ഒരാൾക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം, 6,993. എത്രയാണ്? 6,993. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്? താഴെ പറയുന്നവയിൽ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. സോ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ നമുക്ക് നിശേഷഹരണം നോക്കിയാൽ മതി. 3ന്റെ നിശേഷഹരണം നമ്മൾ ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ? അക്കത്തുക 3ന്റെ ഗുണിതമായിരിക്കണം, അല്ലെ? നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു 123, 1 2 3, 3 3 6. അക്കത്തുക 3ന്റെ ഗുണിതമായതുകൊണ്ട് ആ സംഖ്യയും 3ന്റെ ഗുണിതമാണ്. അതേപോലെ നമുക്ക് 369 നമ്മൾ നോക്കിയിരുന്നു. 3 6 9, 9 9 18. 18 എന്ന് പറയുമ്പോൾ 1 8 കൂട്ടി 9. ഇവിടെ അക്കത്തുക നമുക്ക് 9 ആയി. അപ്പൊ നിങ്ങൾ നോക്കുക, അക്കത്തുക 3ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. അതായത് 123 3ന്റെ ഗുണിതമായിരിക്കും. അക്കത്തുക 9ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 3ന്റെയും 9ന്റെയും ഗുണിതമായിരിക്കും. അക്കത്തുക 9ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 3ന്റെയും ഗുണിതമായിരിക്കും, 9ന്റെയും ഗുണിതമായിരിക്കും. അതായത് 3 കൊണ്ടും നിശേഷം ഹരിക്കാം, 9 കൊണ്ടും നിശേഷം ഹരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. അക്കത്തുക കാണാം. ഇവിടെ 1 8 9, 1 8 9, 9 2 11, 11 8 19, 19 7 26. 26 എന്ന് പറയുമ്പോൾ 2 6 കൂട്ടുമ്പോൾ അവസാനം എന്താ കിട്ടുന്നത്? 8. സോ ഇത് 9ന്റെ ഗുണിതമല്ലാത്തതുകൊണ്ട് ഈ സംഖ്യ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അടുത്തത് 8 5 13, 13 4 17, അല്ലെ? 17 2 19, 19 3 22. 22 എന്ന് പറയുമ്പോഴും അക്കത്തുക 2 2 എത്രയാ? 4 ആണ്. ഇനി ഇവിടെ 4 ആയതുകൊണ്ട് അതും 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. ഇനി അടുത്തത് 6 0 6, 6 7 13, 13 3 16, 16 2 18, 18 എന്ന് പറയുമ്പോൾ 1 8 കൂട്ടും 9. ഇവിടെ അക്കത്തുക 9ന്റെ ഗുണിതമാണ്. സോ ഈ ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. നമുക്ക് അടുത്ത ഓപ്ഷനും കൂടി ചെക്ക് ചെയ്യാം. 6 8 14,
14ഉം 9ഉം 23 23 5ഉം 28 28 6ഉം 34 34 എന്ന് പറയുമ്പോൾ അക്കത്തുക 7. അപ്പോൾ ഇവിടെ 9ന്റെ ഗുണിതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 60,730. അടുത്തത് 102 ഗുണം 98 സമം n എങ്കിൽ എന്നിന്റെ വിലയാണ്. 102 ഗുണം 98 സമം n എങ്കിൽ എന്നിന്റെ വിലയാണ്. ഒന്നുമില്ല, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇത് ഗുണിക്കാം, 102 ഗുണം 98 ഗുണിക്കാം, അല്ലെ? ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ 102 ഗുണം 98 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 100 പ്ലസ് 2 ആണ് 102, ഗുണിക്കണം 100 മൈനസ് 2 ആണ് 90. അപ്പൊ നമുക്ക് 100 പ്ലസ് 2 ഇൻറ്റു 100 മൈനസ് 2 ആണ് n എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇത് നമ്മുടെ ഒരു സർവസമവാക്യമാണ്. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇത് മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് പോയാൽ മതി. ഇതിൽ എ എന്ന് പറയുന്നത് 100ഉം ബി എന്ന് പറയുന്നത് 2ഉം ആണ്. അപ്പൊ നമുക്ക് 100 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ കിട്ടും. 100ന്റെ സ്ക്വയർ, 100 ഗുണം 100 എന്ന് പറയുമ്പോൾ 4 0 10,000 വരും. 2ന്റെ സ്ക്വയർ 4 കിട്ടും. 10,000-ന്ന് 4 കുറച്ചാ അവിടെയും മനക്കണക്ക് ഉപയോഗിക്കുക. 10,000-ന്ന് വെറും 4 കുറച്ചാ നമുക്ക് എന്തായിരിക്കും? 9,996. നമ്മുടെ ഉത്തരം എത്രയാണ്? 9,996. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ മറന്നുപോയി അല്ലെങ്കിൽ അറിയില്ല എന്ന് വിചാരിക്കാം. ഒന്നുമില്ല, എന്ന് കാണാൻ 102 ഗുണം 98 ചെയ്താൽ മതി. നോർമലി ഗുണിക്കാം, നമുക്ക് ഗുണിച്ചു നോക്കാം. 8ഉം 2ഉം ഗുണിച്ച 16ന് 1, അല്ലെ? 8 ഗുണം 0 0 0 1 കൂട്ടുമ്പോൾ ഇവിടെ 1, 8 ഗുണം 1 8, ഇത്രയും കിട്ടും. അടുത്തത് 9 ഗുണം 2 18ന്റെ 1 മാറ്റി വെച്ചു. 9 ഗുണം 0 0 ആണ്, 1 കൂട്ടുമ്പോൾ ഇവിടെ 1 ആയി. 9 ഗുണം 1 9 ആയി. കൂട്ടുമ്പോൾ 6, 8 1 9, 8 1 9 9, 9,990. അപ്പൊ ഈ ഗുണിക്കുന്നതിന്റെ സമയം ലാഭിക്കാൻ ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് വേഗം 100 സ്ക്വയർ മൈനസ് എന്ത് ചെയ്താൽ മതി? 2 സ്ക്വയർ ചെയ്താൽ മതി. 1നും 41നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 1നും 41നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പൊ നമുക്കൊന്ന് നോക്കാം. 1നും 41നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? 2 വരും, 4 വരും, 6 വരും, 8 വരും, 10 വരും, 12 വരും, അങ്ങനെ പോയി എവിടം വരെ വരും? 40 വരും, അല്ലെ? 1നും 40നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളാണ് 2 മുതൽ 40 വരെയുള്ള ഇരട്ട സംഖ്യ. അപ്പൊ നമുക്കിവിടെ 2 മുതൽ വരുന്നതുകൊണ്ട് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയായിട്ട് ഇതിനെ കാണും. അപ്പൊ ഇവിടെ n എത്രയാണെന്ന് അറിയണം, അതായത് എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് അറിയണം. എടാ 40 വരെ എടുത്താ അതിൽ 20 എണ്ണമായിരിക്കും ഇരട്ട സംഖ്യ. 20 എണ്ണം ഒറ്റ സംഖ്യ അല്ലേ? നമ്മൾ 1 2 3 4 എന്ന് 40 വരെ എണ്ണുമ്പോൾ അതിൽ 20 എണ്ണമാണ് ഇരട്ട സംഖ്യ വരിക. 20 എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ n 20 എന്ന് കിട്ടുന്നു. ഇനി ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. n ഇൻറ്റു n പ്ലസ് 1 ആണ്. അതായത് 20 ഇൻറ്റു 21. ഇവിടെ 2 ഗുണം 21, 21ന്റെ ഇരട്ടി ചിന്തിച്ചാ കിട്ടും 42, അല്ലെ? 20ൻ്റെത് 40, 1ന്റെ 2, പിന്നെ ആ 0 കൂടി ഇടുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 420. 20 ഗുണം 21, നമ്മുടെ ഉത്തരം 421. ഒരു സ്കൂട്ടർ യാത്രക്കാരന് 80 കിലോമീറ്റർ സഞ്ചരിക്കുവാൻ 2 ലിറ്റർ പെട്രോൾ വേണം എങ്കിൽ 120 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം? ഒരു സ്കൂട്ടർ യാത്രക്കാരന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2 ലിറ്റർ പെട്രോൾ വേണം എങ്കിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര പെട്രോൾ വേണം? തൽക്കാലം എക്സ് എന്ന് കൊടുക്കും, അല്ലെ? ഇവിടെ നമുക്ക് 80 കിലോമീറ്ററിന് 2 ലിറ്റർ ആണെങ്കിൽ 120 കിലോമീറ്റർ കൂടുമ്പോൾ പെട്രോളിന്റെ അളവും കൂടണം, അല്ലെ? 1 കൂടുമ്പോൾ കിലോമീറ്റർ കൂടുമ്പോൾ പെട്രോളിന്റെ അളവും കൂടണം.
അങ്ങനെ ഒരു സൈഡിൽ കൂടുമ്പോൾ മറ്റേ സൈഡും കൂടുന്നതിനെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഉത്തരം കിട്ടാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കും. അതായത് ഇവിടെ എക്സ് കാണാൻ എക്സ് സമം നോക്കിക്കേ 120 ഗുണം 2 ഇങ്ങനെ ഗുണിക്കാം. അപ്പൊ നമുക്കിവിടെ 2 ഗുണം 120, 120നെ മേലേക്ക് കൊണ്ടുപോവുക, 80നെ താഴേക്ക് കൊണ്ടുവരിക. പരിപാടി കഴിഞ്ഞു. എക്സ് കാണാൻ 120 മേലേക്ക് പോയി, അപ്പം ഗുണനമാകുന്നു, 80 താഴേക്ക് വന്നു ഹരണമാകുന്നു. ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ 0 0 വെട്ടിക്കളയാം അല്ലെ. 2 2 ഒരു തവണയും 8 2 4 തവണയാണ്. അങ്ങനെയാണെങ്കിൽ 12 ഹരിക്കണം 4 നമുക്കിവിടെ എന്ത് എഴുതാം? 3. എത്ര ലിറ്റർ പെട്രോൾ വേണം? 3 ലിറ്റർ പെട്രോൾ വേണം. ഇതാണ് നമ്മുടെ. ഇങ്ങനെ ചിന്തിക്കാം. ഇനി കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. 2 ലിറ്ററിനാണ് 80 കിലോമീറ്റർ പോകുന്നത് അല്ലെ. 2 ലിറ്ററിനാണ് 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിൽ എത്രയാണ് പോവുക? 1 ലിറ്ററിൽ നമുക്ക് 40 കിലോമീറ്റർ പോകും അല്ലെ. 1 ലിറ്ററിൽ 40 കിലോമീറ്റർ, 2 ലിറ്ററിൽ 80 കിലോമീറ്റർ, 3 ലിറ്ററിൽ 40 40 40 40 ഗുണം 3 120 കിലോമീറ്റർ. അങ്ങനെ ചിന്തിച്ചാലും 120 കിലോമീറ്റർ പോവാൻ 3 ലിറ്റർ പെട്രോൾ വേണമെന്ന് കണ്ടുപിടിക്കും. 7⁵ ഇൻറ്റു 3⁵ ഇൻറ്റു 11⁵. ഈ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ ആക്കണം. 7⁵ ഇൻറ്റു 3⁵ ഇൻറ്റു 11⁵. ഈ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ ആക്കാം. യൂണിറ്റ് ഡിജിറ്റ് കാണും. ഇതിനുള്ള എളുപ്പ വഴി നമ്മൾ ഓരോ സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ട് ഗുണിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടു നോക്കാം. അപ്പൊ നമുക്കിവിടെ 7⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ് അല്ലെ. ഇവിടെ 5 തവണ ഗുണിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിലേക്കൊക്കെ പോകണം. ഇപ്പൊ നമുക്കിത് എളുപ്പത്തിന് ഇങ്ങനെ കണ്ടുപിടിക്കാം. 7⁻1 7 ആണ്. 7⁻2 അതായത് 7 ഗുണം 7 49 എന്ന് അറിയും. ഇനി 7⁻3 അപ്പൊ നമ്മൾ 49ന് 7 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ അവസാനത്തെ അക്കമായ 9ന് 7 കൊണ്ട് ഗുണിക്കാം. 9 ഗുണം 7 63. അപ്പൊ അവിടെ അവസാനം 3 ആണെന്ന് മനസ്സിലാക്കാം. മൊത്തം ഗുണിച്ച് സമയം കളയണ്ട. നോക്കുക, 7നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 49, അവസാനം 9 ആണ്. 9ന് 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 63, അവസാനം 3 ആണ്. ഇനി 7⁻4 എന്ന് പറയുമ്പോൾ 3 ഗുണം 7 ചെയ്താൽ മതി. 3 ഗുണം 7 21, അപ്പൊ അവസാനം 1 ആണ്. 7⁻5 എന്ന് പറയുമ്പോൾ 1 ഗുണം 7 അവസാനം 7 ആണ്. സോ 7⁻5ന്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. അതുപോലെ 3⁻1 3 ആണ്. 3 സ്ക്വയർ 3 ഗുണം 3 9 ആണ്. 3ന്റെ ക്യൂബ് 9നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27, അപ്പൊ അവസാനം 7 എന്ന് എടുത്താൽ മതി. 3⁻4 വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക. 7നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ അവസാനത്തെ അക്കത്തെ മാത്രം നോക്കുക. 7നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 21, അതിന്റെ 1 എഴുതി. 3⁻5 1നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3. അപ്പൊ ഇതിന്റെ അവസാനത്തെ അക്കം 3. ഇനി 11⁻5 എളുപ്പല്ലേ. 11⁻1 11, 11⁻2 121. ഈ 1ൽ അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കണം എന്നില്ല, എല്ലാം 1ൽ അവസാനിക്കുക. 11ന്റെ ക്യൂബ് 1ലാണ് അവസാനിക്കുക. 11⁻4 1ലാണ് അവസാനിക്കുക. 11⁻5 1ലാണ് അവസാനിക്കുക. അപ്പൊ നമുക്ക് ഓരോ സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കിട്ടി. 7⁻5ന്റെ അവസാനം 7 ആണ്. 3⁻5ന്റെ അവസാനത്തെ അക്കം 3 ആണ്. 11⁻5ന്റെ അവസാനത്തെ അക്കം 11. ഇനി നമ്മൾ ഇത് തമ്മിൽ ഗുണിക്കുന്നു. 7 ഗുണം 3 21, 21 ഗുണം 1 21. അപ്പൊ ആ കിട്ടിയതിന്റെ അവസാനത്തെ അക്കം നോക്കിയാൽ മതി, 1. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 1. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഓരോ സംഖ്യയുടെയും അവസാനത്തെ അക്കം കണ്ട് അത് തമ്മിൽ അങ്ങ് ഗുണിക്കുന്നു. ആ കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാനത്തെ അക്കമാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഒരു സംഖ്യയുടെ പകുതിയോട് 5 കൂട്ടിയപ്പോ 43 കിട്ടി. സംഖ്യ എത്താൻ ഒരു സംഖ്യയുടെ പകുതിയോട് 5 കൂട്ടിയപ്പോ 43 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് സംഖ്യ x ആയിട്ട് എടുക്കാം. സംഖ്യയുടെ പകുതി എക്സിന്റെ പകുതി x/2, അതിനോട് 5 കൂട്ടിയപ്പോൾ 43 ആണെന്നുള്ളത്. എങ്കിൽ ഈ +5നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം.
-5 43 -5 ആയിട്ട് മാറും. x/2 is equal to 43 5 കുറച്ച 38 അല്ലെ. എക്സ് കാണാൻ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനമായിട്ട് മാറുന്നു. 38ന്റെ ഇരട്ടി. 30ന്റെ ഇരട്ടി എത്രയാ? 60. 8ന്റെ ഇരട്ടി എത്രയാ? 16. 60ഉം 16ഉം എത്രയാ? 76. ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഗുണിച്ചാൽ മതി. 38 ഗുണം 2 8 2 16 1 3 2 6 1 7. ഇപ്പോഴും നമ്മുടെ ഉത്തരം എത്രയാ? 76. അടുത്തത് 2680 എത്ര നൂറുകളുണ്ട്? 2680 എത്ര നൂറുകളുണ്ട്? 2680 എത്ര നൂറുകളുണ്ട്? അപ്പം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 100 ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഒരു സംഖ്യ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 0 ആണെങ്കിൽ അതിനെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം എന്നുള്ള രീതിക്ക് എഴുതാം. 26.80 അല്ലെ. 2680 100 കൊണ്ട് ഹരിക്കുമ്പോൾ 26.80. ഇതിൽ വരുന്ന പോയിന്റിന്റെ മുന്നേയുള്ള പൂർണ്ണസംഖ്യ എത്രയാണ്? 26. അപ്പൊ അവിടെ എത്ര നൂറുകളുണ്ട്? 26 നൂറുകളുണ്ട്. 19 ഓറഞ്ചിന് 114 രൂപ, 6 ആപ്പിളിന് 48 രൂപ, 22 പഴത്തിന് 154 രൂപ, 17 മാങ്ങയ്ക്ക് 153 രൂപ. ഇതിൽ ഏതിനാണ് ഏറ്റവും കുറഞ്ഞ വില? ഒന്നുമില്ല, എല്ലാത്തിന്റെ വില കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം 19 ഓറഞ്ചിന് 114. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 114 ഗുണം 19 കണ്ടുപിടിക്കാൻ. 6 ആപ്പിളിന് 48. അപ്പൊ നമ്മൾ 48 ഗുണം 6 ചെയ്യണം. ഇനി 22 പഴത്തിന് 154. അപ്പൊ നമുക്ക് 154 ഗുണം 22 ചെയ്യണം. അടുത്തത് 17 മാങ്ങയ്ക്ക് 153 രൂപ. അപ്പൊ നമുക്ക് 153 ഗുണം 17 ചെയ്യണം. ഇതിൽ ഏറ്റവും വില കുറവ് ഏതിനാണ്? നമുക്കിതേ ഗുണിക്കാതെ ഒന്ന് നോക്കാലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെയൊക്കെ 100-നെക്കാട്ടും വലിയ സംഖ്യേനെയാണ് നമ്മൾ ഗുണിക്കുന്നത് അല്ലെ. അപ്പം തന്നെ നമുക്കറിയാം 19നെ 100 കൊണ്ട് ഗുണിച്ചാൽ തന്നെ നമുക്കറിയാം എത്രയാണ് വരുന്നത്? 1900 വരുന്നത്. 154 22നെ ഇവിടുത്തെ 100 കൊണ്ട് ഗുണിച്ചാൽ 2000ന്റെ മേലെ പോയി, 2200. 17 ഗുണം 100 1700ലേക്ക് പോയി. അതിനെക്കാട്ടും ചെറുതായിരിക്കും എന്തായാലും 48 ഗുണം 6 അല്ലെ. 48 ഗുണം 6 6 48 ബാക്കി 4 6 4 24 4 28. നമുക്ക് എത്ര എഴുതാം? 288. സോ സംഖ്യയുടെ ആ ഒരു വാല്യൂ കാണുന്നതിൽ നിന്ന് നമ്മൾ കുറഞ്ഞ വില ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. x+y 8ഉം xy 15ഉമായ x - y എത്ര? x+y 8ഉം xy 15ഉമായ x - y എത്ര? നമുക്കിവിടെ കണ്ടുപിടിക്കാൻ x+y 8 അല്ലെ, 2 സംഖ്യകൾ കൂട്ടും 8 കിട്ടണം. അങ്ങനെ കിട്ടുന്ന സംഖ്യകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു സംഖ്യ 1 ആണെങ്കിൽ അടുത്ത സംഖ്യ 7. ഇത് രണ്ടും കൂട്ടും 8 കിട്ടുന്ന ഒരു പേരാണ്. അടുത്തത് സംഖ്യ 2ഉം 6ഉം വരുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 8 കിട്ടുന്ന ഒരു പേരാണ്. അടുത്തത് സംഖ്യ 3ഉം 5ഉം എടുത്താലും 8 കിട്ടും. അടുത്തത് സംഖ്യ 4ഉം 4ഉം എടുത്താലും 8 കിട്ടും. ഇനി 8 കൂട്ടുമ്പോൾ കിട്ടുന്ന നമുക്ക് പൂർണ്ണസംഖ്യകളില്ല. അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ മതി, ഇതിൽ ഏതൊക്കെ ഗുണിക്കുമ്പോഴാണ് 15 എന്ന് കിട്ടുന്നത്? xy 15 പറഞ്ഞിട്ടുണ്ട്. 1 7 ഗുണിച്ചാൽ 15 ആണോ? അല്ല. 2 6 ഗുണിച്ചാൽ 15 ആണോ? അല്ല. 3 5 ഗുണിച്ചാൽ 15 ആണ് അല്ലെ. 4 4 ഗുണിച്ചാൽ 15 അല്ല. അപ്പൊ നമ്മുടെ സംഖ്യകൾ ഏതാണ്? 3 5 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സംഖ്യകള് ഏതാണ്? 3 5 ആണ്. അങ്ങനെയാണെങ്കിൽ x - y എന്ന് പറയുമ്പോൾ നമുക്ക് 3 - 5 എത്രയാണ്? 5ൽ നിന്ന് 3 കുറയ്ക്കാം. വലുതിന്ന് ചെറുത് കുറയ്ക്കാം. വലുതിന്റെ ചിഹ്നം കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ -2 എന്ന് പറയാം. ഇനി അതല്ല, x 5ഉം y 3ഉം ആണെങ്കിൽ നമുക്കവിടെ 5 - 3 2 എന്നും പറയാം. അപ്പൊ നമ്മുടെ ഉത്തരം -2 വരാം, അല്ലെങ്കിൽ എന്ത് വരാം? 2 വരാം.
ഇത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നെങ്കിൽ -2 വരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം, 2 വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് ഒരു സെപ്പറേറ്റ് നോട്ട് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക. അതിൽ ഇനിയും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസുകളടക്കം എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നമ്പേഴ്സ് എന്ന ഭാഗത്തിന്റെ പാർട്ട് 1 വീഡിയോ ആണ് ചെയ്തത്. ഇങ്ങനെ ഓരോ ടോപ്പിക്കിന്റെയും നമ്മൾ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുന്നു. എന്നിട്ട് ചെയ്ത് മാത്സിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ക്ലാസിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ.